പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിച്ചു പുകഴ്ത്തുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. അവിടെ ദാവീദ് ഇങ്ങനെ പറയുകയാണ്: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിൽ നാം ഉണരുമ്പോഴും ഓരോ സന്ധ്യ മയങ്ങുമ്പോഴും നാം അനുഭവിക്കേണ്ടി വരും. രോഗമായിട്ടും കഷ്ടതകളായിട്ടും കടബാധ്യതകളായിട്ടും നാം ആഗ്രഹിക്കുന്ന പലത് കിട്ടാതെ പോകുമ്പോഴും നാം സ്നേഹിച്ചവർ നമ്മെ ഉപദ്രവിക്കുമ്പോഴൊക്കെ ഓരോ തരത്തിലുള്ളതായ വേദനകൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകും. ഏതെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ മുൻപിലൂടെ കടന്നാലും ഏതൊക്കെ പ്രതികൂലതകളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്നിങ്ങനെ നിൽക്കുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ വലതുവശത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എന്നിങ്ങനെ ഈ ഭൂമിയിൽ നിൽക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ മുൻപിൽ നമ്മെ നയിക്കുവാൻ, നമ്മുടെ കൂടെ നമ്മിൽ ഒരാളായി നിൽക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നാം ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒരിക്കലും നാം ഒന്നിനെയും പേടിക്കേണ്ട. ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയണം: കർത്താവ് എൻ്റെ വലതുവശത്തുള്ളതുകൊണ്ട്, കർത്താവ് എൻ്റെ മുൻപിലുള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല, കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല. ഈ ഒരു ദൗത്യത്തോടെ നാം മുന്നോട്ട് പോയാൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി, എപ്പോഴും നന്മ ചെയ്യുന്നവരായിരിക്കാൻ നമുക്ക് ഇടയാകണം. ഈ ലോക ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി നാം മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ ഈ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ നേട്ടങ്ങളുണ്ടാകും. ഈ ജീവിതത്തിൽ ഭയപ്പെടാതിരിക്കാൻ, പൂർണ്ണമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഓരോ ദിനവും ഉണരുമ്പോഴും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആ പ്രാർത്ഥന എപ്പോഴും നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.